ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ അവധിക്കാലമൊക്കെ കഴിഞ്ഞു, സ്കൂളും തുറന്നിട്ടാ. മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴയത്ത് നമ്മുടെ ചെടികളൊക്കെ കുളിച്ച് നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മക്കൾ എണീപ്പിച്ച് കുളിപ്പിക്കണമല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ സമയം 7:40. പക്ഷേ കറക്റ്റ് ടൈം അതല്ല കേട്ടോ, 10-15 മിനിറ്റ് കൂടുതലാണ് ഞാൻ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്കുള്ള രാവിലത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വേഗം തന്നെ അവരെ എണീപ്പിച്ച് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ 2 പൗച്ച് ശ്രദ്ധയിൽപ്പെട്ടത്. പുതിയ സ്കൂളായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ സ്കൂളിന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ വേഗം റെഡിയായിട്ട് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഓട്ടോ വരാനുള്ള ടൈമായി. അപ്പോഴാണ് മഴ പെയ്തിട്ടുള്ള വെള്ളത്തിൽ കളിക്കാമെന്നൊന്ന് വിചാരിച്ചത്. മോന് കളിക്കലില്ല കേട്ടോ, മോൾക്കാണ് ആ ശീലം. ഇത്രയും ദിവസം അവരെ കൂടെ പകലൊക്കെ കളിച്ചിട്ട് നമ്മുടെ കുഞ്ഞാൾക്ക് വിഷമമായിട്ട് അവർ സ്കൂളിൽ പോയപ്പോൾ. സാരമില്ല, നമ്മുടെ മിട്ടു കൂട്ടിനുണ്ട് കേട്ടോ ഇപ്പോൾ കളിക്കാൻ. അപ്പോഴാണ് ഓർമ്മ വന്നത്, മാമ നമുക്ക് കൊണ്ടു തന്ന ഒരു കക്കരിക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായി. അതൊന്ന് വേഗം പോയി ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു. നമ്മുടെ മാമായുടെ പറമ്പിലുണ്ടായ കക്കരിക്ക തന്നെയാണ് കേട്ടോ അത്. യാതൊരു വിഷാംശങ്ങളും ചേർക്കാത്തതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ കക്കരിക്ക കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമുള്ളൊരു സീനാണിത്. നല്ലോണം പഴുത്ത് പാകമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിള്ളേർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ കഴിക്കാനായിട്ട്. എന്നാലും ജ്യൂസ് അടിച്ച് തരാം, പാലിലാണ് അടിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ കക്കരിക്കയുടെ തൊലി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒലിക്കാൻ പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ലോണം പഴുത്ത് പാകമായ കാരണമാണ് നമുക്കിങ്ങനെ കിട്ടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടർത്തി നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ്. അത്രയ്ക്ക് പഴുത്ത് നല്ല ടേസ്റ്റും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വേഗം തന്നെ അതൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ കുരുവും കൂടെ ഞാൻ വേഗം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പാവി നോക്കാം, അങ്ങനെ ഉണ്ടായാലോ. അപ്പോൾ വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം കൂടെ ചിരകി അത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പശുമ്പാലിലായാലും ഇത് അടിക്കാവുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് പാലിലടിക്കുമ്പോഴാണ്. പക്ഷെ ഉമ്മ കൂട്ടാത്ത കാരണം ഞാൻ നാളികേരപ്പാലാണ് എടുക്കുന്നത്. അപ്പോൾ നാളികേരത്തിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഒരു പാലല്ല എടുക്കുന്നത്, കുറച്ച് വെള്ളം കൂടെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് കുറച്ച് കട്ടി കുറഞ്ഞ പാലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതുപോലത്തെ ഒരു ടെക്സ്ചറാണ് പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കക്കരിക്കയുടെ കഷ്ണങ്ങൾ മിക്സിയിലിട്ടൊന്ന് അടിക്കാമെന്ന് വിചാരിച്ച് വേഗം അതിടണം കേട്ടോ. ചില ഭാഗത്തൊക്കെ ഇതിനെ പൊട്ടുവെള്ളരി എന്നും കൂടെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഏതെങ്കിലും പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ തന്നെ കക്കരിക്കയുടെ കൂടെ തന്നെ പാലും ഒന്ന് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഒന്ന് അടിച്ചെടുക്കുന്നത്. ഫസ്റ്റിൽ അടിച്ചപ്പോൾ ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നൊന്ന് ബ്ലെൻഡ് ആയതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്കസും കൂടെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ജ്യൂസിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ടാണ്. ഞാൻ ഏത് ജ്യൂസ് ഉണ്ടാക്കിയാലും ഇതുപോലെ കുതിർത്ത് വെച്ച ഈ കസ്കസും കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഞാനൊക്കെ കുടിക്കും. അപ്പോൾ ഫൈനലി നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേഗം ഒരു ഗ്ലാസ്സിലോട്ട് പകർത്തണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫൈനലി ഇതാ ജ്യൂസൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കസ്കസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഈ ജ്യൂസിനുണ്ടായിരുന്നത്.